ഒരു വിദേശ രാജ്യത്തേക്ക് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലുണ്ടായിരിക്കേണ്ട 4 കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തേത് 6 മാസമെങ്കിലും വാലിഡിറ്റി ഉള്ള നമ്മുടെ പാസ്പോർട്ട്. രണ്ടാമത്തേത് നമുക്ക് അങ്ങോട്ട് യാത്ര ചെയ്യാനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ്. മൂന്നാമത്തേത് നമുക്ക് ആ രാജ്യത്ത് പ്രവേശിക്കാനുള്ള അനുമതി അഥവാ വിസ. പിന്നെ നാലാമത്തേത് ഇത്തരത്തിലൊരു കാർഡ് കൂടി നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. ഇതാണ് വിസ് വോയേജർ ഫോറക്സ് കാർഡ്. 25 രാജ്യങ്ങളിലെ കറൻസി സപ്പോർട്ട് ചെയ്യുന്ന ഇന്ത്യയിലെ ഒരേ ഒരു ഫോറക്സ് കാർഡാണിത്. അപ്പോൾ എന്താണ് ഇതുകൊണ്ടുള്ള ഗുണമെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ മറ്റൊരു രാജ്യത്തേക്ക് പോകുമ്പോൾ അതിപ്പോൾ പഠിക്കാനായിക്കോട്ടെ വിനോദയാത്രയ്ക്കായിക്കോട്ടെ തീർച്ചയായും നമ്മുടെ കയ്യിൽ അവിടുത്തെ കറൻസി ഉണ്ടാവണമല്ലോ. എന്നാലല്ലേ നമ്മുടെ അവിടുത്തെ ചിലവുകൾ നടക്കുള്ളൂ. എന്നാൽ നമുക്ക് പരിചിതമല്ലാത്ത ഒരു രാജ്യത്തേക്ക് നമ്മൾ കയ്യിൽ കുറേയധികം കറൻസിയുമായിട്ട് പോകുന്നത് അത്ര സേഫ് അല്ലല്ലോ. പകരം ആ ഒരു കറൻസി നമ്മൾ ഈ ഒരു കാർഡിൽ ലോഡ് ചെയ്യുന്നു. അവിടെ ചെന്നിട്ട് നമ്മൾ പർച്ചേസിങ് നടത്താനും മറ്റു ആവശ്യങ്ങൾക്ക് പേയ്മെൻറ്റ് നടത്താനും ഈ ഒരു കാർഡ് സ്വൈപ്പ് ചെയ്യുന്നു. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കറൻസി ആവശ്യമായിട്ട് വന്നിരിക്കട്ടെ, ATM ഇട്ടിട്ട് പണം പിൻവലിക്കാനുള്ള ഓപ്ഷനുണ്ട്. നമ്മൾ അവിടെ സേഫ് ആയിരിക്കും. ATM മാത്രമല്ല ഓൺലൈൻ യൂസിനും നമുക്കിത് ഉപയോഗിക്കാം. ഇനി മറ്റൊന്ന്, കയ്യിലൊരു 50,000 തായ് ബാത്തുമായിട്ട് നമ്മൾ തായ്ലൻഡിൽ പോയി എന്ന് കരുതുക. നമ്മുടെ കയ്യിലൊരു 5,000 തായ് ബാത്ത് ബാക്കി വന്നു. തിരികെ വരുന്ന സമയത്ത് നമ്മളത് എന്തെങ്കിലുമൊക്കെ വാങ്ങി തീർക്കുകയാണ് പതിവ്. അല്ലെങ്കിലോ നമ്മൾ എയർപോർട്ടിൽ കാണുന്ന ആ ഒരു കൗണ്ടറിൽ വളരെ ലോ റേറ്റിന് കൊടുത്തിട്ട് രൂപയാക്കി കൺവേർട്ട് ചെയ്യും. എന്നാൽ ഇതിൽ നമുക്ക് ബാലൻസ് വരുന്നത് ധനനഷ്ടമില്ലാതെ തന്നെ രൂപയാക്കി തിരികെടുക്കാൻ പറ്റും. മാത്രമല്ല നമുക്ക് ബാലൻസ് ഉള്ള ആ ഒരു തായ് ബാത്ത് ഇപ്പോൾ തൊട്ടടുത്ത രാജ്യമായിട്ടുള്ള മലേഷ്യയിലേക്ക് നമ്മൾ പോകുന്നുണ്ടെങ്കിൽ അവിടുത്തെ മലേഷ്യൻ റിങ്കിറ്റ് ആക്കിയിട്ട് സ്വിച്ച് ചെയ്യാനും പറ്റും. മറ്റൊരു കാർഡിലും ലഭ്യമല്ലാത്ത 7 കറൻസികൾ ഈ ഒരു കാർഡിൽ ലഭ്യമാണ്. അത് ഇന്തോനേഷ്യൻ റുപ്യ, മലേഷ്യൻ റിങ്കറ്റ്, ചൈനീസ് യുവാൻ, അസർബൈജാൻ മനാട്ട്, ജോർജിയൻ ലാറി, വിയറ്റ്നാമീസ് ഡോങ്, ഫിലിപ്പൈൻ പെസോ. നമുക്ക് വിസ് വോയേജർ മൊബൈൽ ആപ്പിലൂടെ ഇതിൻ്റെ ട്രാൻസാക്ഷൻ ലിമിറ്റൊക്കെ സെറ്റ് ചെയ്യാൻ സാധിക്കും. ആവശ്യമെങ്കിൽ ഇത് ഡിസേബിൾ ചെയ്ത് വെക്കാനും സാധിക്കും. ഇതിനൊക്കെ ഉപരി ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ വിദേശത്ത് ക്യാഷ് എടുത്താൽ വരുന്ന 3.5% മുതൽ 5.5% വരെയുള്ള ക്രോസ് കറൻസി ചാർജില്ലേ, അതും നമുക്ക് സേവ് ചെയ്യാം. ഈ ഒരു കാർഡ് എടുക്കുന്ന സ്റ്റുഡൻസിന് ഫ്രീ കോളിങ്ങും മൊബൈൽ ഡാറ്റയുമുള്ള ഗ്ലോബൽ സിം 1 മാസത്തേക്ക് സൗജന്യമായിട്ട് കിട്ടും. പിന്നെ നമുക്ക് സെലക്റ്റഡ് ആയിട്ടുള്ള എയർപോർട്ടുകളിൽ ഫ്രീ ലോഞ്ച് ആക്സസും ഈ ഒരു കാർഡിൽ കിട്ടും. പിന്നെ വിദേശത്ത് വെച്ചിട്ട് ബാഗോ പാസ്പോർട്ടോ ഒക്കെ നഷ്ടപ്പെട്ടാൽ നിങ്ങൾക്കിതിൽ ഇൻഷുറൻസ് കവറേജ് ഉള്ളതുകൊണ്ട് അതിന് നഷ്ടപരിഹാരം ലഭിക്കും. 1.5 ലക്ഷത്തിൽ പരം സ്റ്റുഡൻറ് റിലേറ്റഡ് സർവീസുകളിൽ ഡിസ്കൗണ്ടും മറ്റു ഓഫറുകളൊക്കെ ലഭിക്കുന്ന ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഐഡന്റിറ്റി കാർഡ് അതും സ്റ്റുഡൻസിന് ലഭിക്കും. 35 വയസ്സിനകത്തുള്ള ഫുൾ ടൈം സ്റ്റുഡൻസ് അല്ലാത്ത ആർക്കും തന്നെ നിരവധി ഡിസ്കൗണ്ടുകൾ ലഭിക്കുന്ന ഇന്റർനാഷണൽ യൂത്ത് ട്രാവൽ കാർഡും ലഭിക്കും. കേരളത്തിലുള്ള എല്ലാ ജില്ലയിലും നിങ്ങൾക്ക് ഇത് ലഭിക്കും. പിന്നെ ഇതിലേക്ക് കറൻസി ലോഡ് ചെയ്യാനായിട്ട് ഇന്ത്യയിൽ 300-ൽ പരം ബ്രാഞ്ചുകളും ഇവർക്കുണ്ട്. മാതാപിതാക്കൾക്കും രക്തബന്ധത്തിലുള്ളവർക്കും ഇതിലേക്ക് കറൻസി ലോഡ് ചെയ്ത് നൽകാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇത് വാങ്ങണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇവിടെ കാണിക്കുന്ന ഈ QR കോഡ് ഒന്ന് സ്കാൻ ചെയ്താലും മതി. പിന്നെ നിങ്ങൾക്ക് എന്തൊരു സഹായത്തിനും 24 മണിക്കൂർ വിളിക്കാവുന്ന ഒരു കസ്റ്റമർ കെയർ ഉണ്ട്, നമ്പർ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്.